ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. പ്രഭാതത്തിൽ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും ആരംഭം കുറിച്ച ഈ സുവിശേഷ സന്ദേശ ബോധവൽക്കരണ യാത്ര ഇന്ന് ഈ ചാരുമൂടിന്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ബോധവൽക്കരണ സന്ദേശം അറിയിച്ചുകൊണ്ട് ഇന്ന് ഈ ദേശത്തും ആയി നിൽക്കുന്നു. നമ്മുടെ കൊച്ചു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നുള്ള വിളിപ്പേരിൽ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ, അല്ലെങ്കിൽ ലോകത്തിന് മുമ്പാകെ ഉയർന്നു നിൽക്കുന്ന ഈ നാടിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. കഴിഞ്ഞ ചില നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ഇരുളടഞ്ഞുപോയ ഒരു മേഖലയിൽ നിന്ന് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതെ, നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ അവകാശമില്ലാത്ത, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ കഴിയാത്ത ഒരു ഇരുളടഞ്ഞ മേഖല നമുക്കുണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാ നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ പ്രയത്നത്തിന്റെ ഫലമായി നമ്മുടെ ഈ കൊച്ചുനാട് അങ്ങനെയുള്ള സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ മാറ്റം സംഭവിച്ച് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശങ്ങളും അനുമതികളും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ശ്രദ്ധ നേടിയ ഈ കൊച്ചു കേരളം, നല്ല നല്ല റോഡുകള്, നല്ല ഹോസ്പിറ്റലുകള്, വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ ശ്രദ്ധേയമാണ്. മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ അപേക്ഷിച്ച് 100% സാക്ഷരത കൈവരിച്ച സംസ്ഥാനം എന്ന ബഹുമതിയും നമ്മൾക്ക് കിട്ടി. എല്ലാ മേഖലകളിലും വൈദ്യുതീകരണം നടത്തിക്കൊണ്ട് നമ്മുടെ നാട് മുമ്പോട്ട് പോയി. മെഡിക്കൽ ഫീൽഡിലാകട്ടെ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ഹോസ്പിറ്റലുകളും ഏറ്റവും നല്ല നിലവാരത്തിൽ ഹൃദയം മാറ്റ ശസ്ത്രക്രിയ മുതൽ കൊറോണ വാക്സിന്റെ പ്രവർത്തന മേഖല വരെ നമ്മൾ മുമ്പോട്ട് നിർത്തിവെക്കുകയുണ്ടായി. അങ്ങനെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠകരമായ ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. മതസൗഹാർദ്ദത്തിലും അതുപോലെ തന്നെ മറ്റു സാമൂഹിക മേഖലകളിലുമൊക്കെ വിപത്തുകളും ആപത്തുകളുമൊക്കെ വരുമ്പോൾ ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസമന്യേ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, നാടിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി, നാടിന്റെ പുരോഗതികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന നല്ലവരായ കൊച്ചു കേരളത്തിലെ സ്നേഹിതരും സഹോദരങ്ങളും സുഹൃത്തുക്കളും, ഇവിടെ നാടിന്റെ ഉയർച്ചകൾക്ക് വേണ്ടി പ്രയത്നിക്കപ്പെട്ട നിരവധി ഗുരുക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളുമൊക്കെ അവരുടെ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് നാടിന്റെ പുരോഗതി എന്ന നിലവാരത്തിൽ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. എന്നാൽ ചില കാലങ്ങൾ മുമ്പോട്ട് പിന്നിട്ടപ്പോൾ നമ്മുടെ നാട് പുരോഗതിയിലെത്തിയോ എന്ന് ചോദിച്ചാൽ വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട് പുരോഗതിയിലെത്തി എന്ന് നിശ്ചയമായും ഉറപ്പിച്ചു പറയുവാൻ തക്കവണ്ണമുള്ള ഒരു സംവിധാനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ആരോഗ്യ മേഖലയാകട്ടെ, മറ്റു നിലവാരങ്ങളൊക്കെ ആകട്ടെ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ആകട്ടെ, ഇവിടെയെല്ലാം നമ്മൾ വ്യക്തിപരമായ നമ്മുടെ നാടിന്റെ വ്യക്തമായ മുദ്ര പതിപ്പിക്കുകയുണ്ടായി. എന്നാൽ മറുഭാഗത്ത് പുരോഗതി എന്ന് ശബ്ദമുയർത്തി നമ്മൾ പറയുമ്പോൾ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. പ്രഭാതത്തിൽ നമ്മുടെ വീടുകളുടെ സിറ്റൗട്ടുകൾ പറന്നു വീഴുന്ന
ഒരു പത്രം നിവർത്തി വായിക്കുന്ന ഒരു വായനകർത്താവിന്റെ ഹൃദയത്തെ നടുക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിനപത്രങ്ങളിലും നമ്മൾ വായിച്ചു മറിയുന്നത്. എന്തിനേറെ പറയുന്നു, കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും അനീതികളുടെയും പീഡനങ്ങളുടെയും പരമ്പരകൾ തന്നെ വിദ്യാഭ്യാസമുണ്ടെന്ന് അഭിമാനം കൊള്ളുന്ന, സാക്ഷരതയുണ്ടെന്ന് അഭിമാനം കൊള്ളുന്ന, സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനം കൊള്ളുന്ന നമ്മുടെ ഈ കൊച്ചുനാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളും അനീതികളും പീഡനങ്ങളുടെയും കഥ നമ്മുടെ ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് തകർച്ചയുണ്ടാകുന്ന നിലവാരത്തിൽ അത്രയത്. പുളിമുട്ടത്തിന് മകളിലേക്ക് കശാപ്പുകാരൻ കോഴിയെ വെച്ച് വെട്ടിനുറുക്കി മാറ്റുന്നത് പോലെ മനുഷ്യന്റെ കഴുത്തുകളെ വെട്ടിമാറ്റുന്ന ഒരു സമൂഹം, സ്വന്തം ചോരക്കുഞ്ഞിനെ കടൽ ഭിത്തിയിലേക്ക് എറിഞ്ഞുകൊല്ലുന്ന മാതാവുള്ള ഒരു സമൂഹം, സഹോദരനെ തൊന്നും കേസുമില്ലാതെ അടിച്ചുകൊല്ലാൻ മടിയില്ലാത്ത സഹോദരന്മാരുള്ള സമൂഹം, അപ്പനും അമ്മയെയും തല്ലിക്കൊല്ലുന്ന മക്കളുള്ളൊരു സമൂഹം, എന്തിനേറെ പറയുന്നു സഹോദര ബന്ധവും സ്നേഹബന്ധവും മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധവും എല്ലാം വിഫലമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മറുഭാഗത്ത് ഉയർന്നു വരുന്നു. ഒരു ഭാഗത്ത് ഉയർച്ച വരച്ചു കാട്ടുമ്പോൾ, ഒരു ഭാഗത്ത് പുരോഗതി പറയുമ്പോൾ, മറുഭാഗത്ത് അടുത്തൊരു തലമുറ നാശത്തിന്റെ ഗണിയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു അന്തരീക്ഷത്തിലാണ് വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇതിന്റെ എല്ലാം പിന്നാമ്പുറം അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ ഇതിന്റെ എല്ലാം പിമ്പിൽ കാണുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം. പണ്ടുകാലങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുഞ്ഞുങ്ങളുടെ ബാഗുകൾ പരിശോധിച്ചാൽ അതിനകത്ത് കമ്പുമുട്ടായും കോലുമുട്ടായും നാരങ്ങാമുട്ടായും ഒക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ആ കാലം മാറി. മുട്ടായികളിൽ പൊതിഞ്ഞ അല്ലെങ്കിൽ മുട്ടായികളിൽ ചേർത്തിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിലുള്ള മുട്ടായികൾ സ്കൂളുകളിൽ നിന്ന് കൊച്ചുകുഞ്ഞുങ്ങളുടെ ബാഗുകളിൽ നിന്ന് പിടിച്ചതായി സ്കൂൾ ടീച്ചേഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. സ്കൂളുകളും കലാലയങ്ങളും പുക കൊണ്ട്, ലഹരി പദാർത്ഥങ്ങളുടെ പുക കൊണ്ട് പുകയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. കൊലപാതകങ്ങളുടെ പരമ്പര നീണ്ടുവരുന്നു. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ, കെട്ടിഞ്ഞാനും കടലിൽ ചാടിയും വണ്ടിക്കടിൽ ചാടിയും എത്ര എണ്ണമാണ് ദിനം പ്രതി ആത്മഹത്യയിലേക്ക് തിരിയുന്നത്? ഇതിന്റെ എല്ലാം പിന്നാമ്പുറം അന്വേഷിച്ച് നമ്മൾ പറഞ്ഞു നോക്കിയാൽ ഇവിടെയെല്ലാം നിയമ സംവിധാനങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലേയല്ല. നല്ല നല്ല മതപാഠശാലകൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലേയല്ല. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള നമ്മുടെ വളർച്ചയില്ലാഞ്ഞിട്ടാണോ? അല്ലേയല്ല. ഇതിന്റെ എല്ലാം പിമ്പിലെ കാരണം വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്തേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നിപുണത പ്രാപിച്ച മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, അറിവ് നേടിയ മനുഷ്യൻ, മറ്റുള്ള ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും വാരി പരിശോധിക്കുന്ന മനുഷ്യൻ, പുതിയ സംവിധാനങ്ങൾ, പുതിയ മോട്ടോറുകൾ ഒക്കെ കണ്ടുപിടിക്കുന്ന മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിലേക്ക് പറന്നുപോയി അവിടെ കാലുകുത്തി കാറോടിക്കാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിലെ നടക്കുന്ന നാൽക്കാലി മൃഗത്തിന് പോലുമില്ലാത്ത സ്വഭാവ ദൂഷ്യത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു എന്നാണ് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടതാണ് ഇത്രയധികം വിപത്തുകളുടെ കാരണം. മനുഷ്യന്റെ വിവേകം എവിടെ നിന്ന് നഷ്ടപ്പെട്ടു? എല്ലാ മനുഷ്യരും ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പാപമെന്ന കരാളഹസ്തത്തിനുള്ളിൽ മനുഷ്യൻ, ആ പിടിയിൽ അമർന്നപ്പെട്ട മനുഷ്യൻ, ആ പാപത്തിന്റെ അടിമച്ചങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ വിപത്തുകൾക്ക് കാരണം, അനിശ്ചിതത്വത്തിന് കാരണം പാപമാണ് എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ അറിയാതെ കുടികൊള്ളുന്ന പാപമാണ് മനുഷ്യന്റെ ഇത്ര മൂല്യച്യുതികൾക്കും അനിശ്ചിതത്വത്തിനും കാരണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. എത്രയെത്ര നിയമങ്ങൾ നമ്മൾ പുതുക്കി എഴുതുന്നു. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഡൽഹിയുടെ പട്ടണത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനകത്തൊരു പിഞ്ചോമനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്ന കഥ നമ്മളാരും മറന്നിട്ടില്ലല്ലോ.
അതിന്റെ പിറ്റേനാൾ ബഹുമാനപ്പെട്ട കോടതി ഇങ്ങനെ പുതിയ നിയമമിറക്കി. പെൺകുട്ടികളെ അകാരണമായി നോക്കുന്നത് പോലും കുറ്റകരമെന്ന് നിയമമിറക്കി. എന്തിനേറെ, അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മലയാളി നേഴ്സ് പെൺകുട്ടിയെ ക്രൂരമായി കൊന്നുകളഞ്ഞു എന്ന് അടുത്ത ദിനപത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ ഇവിടെ നിയമമില്ലാത്തതല്ല ഇവിടുത്തെ കുഴപ്പങ്ങൾ. ഇവിടെ നിയമപാലകർ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാത്തതല്ല ഇവിടുത്തെ കുഴപ്പങ്ങൾ. ഇതിന്റെ എല്ലാം പിന്നാമ്പുറം നേടി വരുമ്പോൾ നിയമവും നിയമപാലകരും ശിക്ഷാവധികളുമൊക്കെ കടുപ്പമാക്കുമ്പോഴും കുറ്റകൃത്യങ്ങൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു, മോഷണങ്ങൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു, നിയമലംഘനങ്ങൾ ഒരു ഭാഗത്ത് വർദ്ധിച്ചു പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിൻപിലെ രഹസ്യം മനുഷ്യനറിയാതെ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് എന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ മനുഷ്യന് മാറ്റം വരേണ്ടത്, മനുഷ്യന് രൂപാന്തരം വരേണ്ടത്, മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരേണ്ടത് മനുഷ്യന്റെ ഉള്ളിൽ കൊടികെടുക്കുന്ന പാപത്തിൽ നിന്നല്ലേ മനുഷ്യന് മാറ്റം വരേണ്ടത്. പാപത്തെ മാറ്റിമറിക്കുവാൻ ഇവിടുത്തെ സംവിധാനങ്ങൾ തികയാതെ വരുമ്പോൾ, ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തികയാതെ വരുമ്പോൾ, പാപത്തെ പിടിച്ചു കെട്ടുവാൻ തന്റേടമില്ലാതെ പോകുമ്പോൾ, ഇന്ന് പകൽ ഞങ്ങൾ പറയാം, ഇവിടുത്തെ സംവിധാനങ്ങൾക്കോ ശാസ്ത്രത്തിനോ സാങ്കേതിക വിദ്യകൾക്കോ പാപത്തെ പിടിച്ചു കെട്ടുവാൻ കഴിയാതെ പോകുമ്പോൾ ഞങ്ങൾ ഒരാളെ ഉയർത്തിക്കാട്ടുന്നു. കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ മാലോകരെ നോക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ആർജവത്തോടെ ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ഗുരു, ഒരേ ഒരു സത്യനിത്യ ദൈവം, അതാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിന് മാത്രമേ മനുഷ്യന്റെ പാപമംഗുലമായ ജീവിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് മനുഷ്യനെ നേർവഴിക്കും നല്ല മനുഷ്യനായും ജീവിപ്പിക്കുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതെന്താണ് ഇത്ര തന്റെ ഇടത്തോടെ നിങ്ങൾ ഈ കവലയ്ക്കുമെന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹൃദയത്തിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും തലവേദനയായി നടന്നിരുന്ന ഒരു കാലഘട്ടം ഞങ്ങളുടെ പിന്നാമ്പുറകിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഞങ്ങളെ മാറ്റിമറിച്ചത് ഇവിടുത്തെ ഇസങ്ങളോ ഇവിടുത്തെ തത്വചിന്തകളോ ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളോ അല്ല ഞങ്ങളെ മാറ്റിയത്. ഞങ്ങളെ മാറ്റിമറിച്ചത് ഞങ്ങളിന്ന് പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യമായ കരുത്തുറ്റ സ്നേഹമാണ് ഞങ്ങളെ മാറ്റിമറിച്ചത്. നല്ല മനുഷ്യനായി ജീവിക്കുവാൻ സഹജീവികളുടെ കരുണ തോന്നുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം കർത്താവായ യേശുക്രിസ്തുവിന്റെയാണ്. അതുകൊണ്ടാണ് ഈ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ ഈ കവലയ്ക്കുന്ന ആർജവത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ. പ്രിയരെ, മനുഷ്യന്റെ പ്രശ്നങ്ങളുടെ മൂലകാരണം മനുഷ്യനറിയാതെ മനുഷ്യന്റെ ഉള്ളിൽ കുടികൊണ്ട പാപമാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. അപ്പോൾ മനുഷ്യന് പരിഹാരം വരേണ്ടത് ആ പാപത്തിൽ നിന്നാണ്. പാപത്തെ പരിഹരിക്കുവാൻ ഇഹത്തിലേക്ക് ഇറങ്ങി വന്ന ഒരേ ഒരു നായകൻ, അത് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തിയല്ലോ. സ്നേഹിത, ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള ഗമനങ്ങളിൽ, ജീവിതത്തിന്റെ നാൽക്കവലയിൽ നട്ടം തിരിഞ്ഞെന്ന് ഉടഞ്ഞുപോയൊരു പളങ്ക് പാത്രം പോലെ ഉടച്ചിലിന്റെ വക്കത്താണ് താങ്കളായിരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ ഉടച്ചിലുകളെ പണിയുവാൻ, നിങ്ങളുടെ തകർച്ചകളെ പണിയുവാൻ, നിങ്ങളുടെ വിഷമസന്ധികൾ കൂടെയിരിക്കപ്പെടുവാൻ കഴിവും കരുത്തുമുള്ള നീ ഏത് സംവിധാനത്തിൽ ജനിച്ചവനായിരുന്നാലും, ഏത് നിലവാരത്തിൽ ജീവിക്കുന്നവനായിരുന്നാലും, ഇന്ന് പകൽ യേശുക്രിസ്തു നിങ്ങളുടെ തകർച്ചകളെ പണിയും. യേശുക്രിസ്തു നിങ്ങളുടെ ഉടച്ചിലുകളെ പണിയും. നിങ്ങളെ പണിത് പക്കമാക്കി ഇന്നിന്റെ നല്ല നിലയിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം, അഥവാ യേശുക്രിസ്തുവിന്റെ സന്ദേശം. ആ യേശുക്രിസ്തു രാജാവായി വരുന്നു. അവൻ കർത്താവായി വരുന്നു. സ്നേഹിത, നിങ്ങളുടെ തകർന്ന അനുഭവത്തിന് മുമ്പിൽ എങ്ങോട്ട് യാത്ര ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണോ? ഞാൻ ഇങ്ങനെ ഓർപ്പിക്കാം, ഒരു കാട്ടിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ, ജീവിതത്തിൽ വഴിതെറ്റിയ ഒരു മനുഷ്യൻ, എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വ്യാകുലപ്പെട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ ആവശ്യം കാട്ടിലെ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന നല്ല ആയുധങ്ങളല്ല, അദ്ദേഹത്തിന്റെ മടിക്കുറ്റിലിരിക്കുന്ന ഭക്ഷണമല്ല, അദ്ദേഹത്തിന്റെ കയ്യിലേന്തിയ പണമല്ല ആ മനുഷ്യനാവശ്യം കാട്ടിലെ വഴി തെറ്റാതെ, കാട്ടിലെ വഴി നന്നായി അറിയാവുന്ന ഒരു നല്ലൊരു സ്നേഹിതനെയാണ് അദ്ദേഹത്തിന് ആവശ്യം. ആയുധങ്ങളോ കൈക്കരുതിയ ഭക്ഷണമോ കൈക്കരുതിയ സാമ്പത്തികമല്ല വഴിതെറ്റാതെ പോകുവാൻ അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ, ഇന്ന് പകൽ വഴിതെറ്റി ഉലയുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ
നട്ടം തിരിഞ്ഞ് എങ്ങോട്ട് പോകണമെന്നറിയാതെ, ജീവിത സമസ്തയ്ക്ക് മുമ്പിൽ നോക്കുകുത്തിയായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണോ താങ്കൾക്ക്? തീർച്ചയായും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അങ്ങനെയെങ്കിൽ ഇരുളുനിറഞ്ഞ താങ്കളുടെ ജീവിതത്തിൽ നിന്ന് നിത്യപ്രകാശമായ വെളിച്ചത്തിലേക്കുള്ള വഴി യേശുക്രിസ്തുവാണ്. താങ്കളുടെ ജീവിത സാഹചര്യത്തിൽ എന്തു തന്നെയായിരുന്നാലും, എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നാലും, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു അനുഭവമായിരുന്നാലും, ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുക്രിസ്തുവിനോടുള്ള വഴി തെറ്റാതെ നിത്യകവാടത്തിലേക്ക് എത്തുവാൻ നിങ്ങളെ നയിക്കുന്ന വഴിയാണ് യേശുക്രിസ്തുവിന്റെ വഴി. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു പറഞ്ഞു. ആരാണ് യേശുക്രിസ്തു? യേശുക്രിസ്തു ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം, യേശുക്രിസ്തു സമം രക്ഷകൻ. ഏത് രക്ഷകൻ? സകല മാനവകുലത്തിന്റെയും രക്ഷകൻ, സകല മാനവകുലത്തെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വന്ന രക്ഷകൻ. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ വകഭേദമില്ലാതെ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ തരംതിരിവില്ലാതെ, നീളവനെന്നോ ഉള്ളവനെന്നോ താളമുള്ളവനെന്നോ തരംതിരിവില്ലാതെ മനുഷ്യനായി പിറന്ന സകല മനുഷ്യനെയും രക്ഷിക്കുവാൻ വന്ന രക്ഷിതാവ്, അതാണ് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്ന കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിത വഴിത്താരകളിൽ വഴിതെറ്റാതെ പാപമംഗുലമായ ജീവിതത്തിൽ നിന്ന് ഒരു മുക്തി നേടുവാൻ ഈ നാടിനോട് ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നേർച്ചകൾ വേണ്ട, കാഴ്ചകൾ വേണ്ട, വഴിപാടുകൾ വേണ്ട. ഒരേ ഒരു കാര്യം മാത്രം, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ഏതവസ്ഥയിൽ താങ്കൾ നിൽക്കുന്നുവോ, ഏത് ഭാഗത്ത് താങ്കളായിരിക്കുന്നുവോ, അവിടെ നിന്ന് യേശുവേ എന്റെ ഹൃദയ കവാടത്തിലേക്ക് ഒന്ന് വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുവാൻ, നിങ്ങളെ പണിത് പക്കമാക്കുവാൻ യേശുക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള കരുത്തുള്ള ഒരു ദൈവമാണ്. ആ ദൈവത്തിനെ ആശ്രയിച്ച് മുമ്പോട്ട് നീങ്ങാം. യേശുക്രിസ്തു വരാറായി, കാഹളം ധ്വനിക്കാറായി, വേഗം ഒരുങ്ങിയിടാം. യേശുക്രിസ്തു രാജാതി രാജാവ്, യേശുക്രിസ്തു കർത്താതി കർത്താവ്. ആ ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങിക്കൊള്ളുക ദേശമേ എന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രയും നേരം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന ഈ ദേശവാസികള് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ. ഞങ്ങൾ എന്തുകൊണ്ട് ഈ കവലയിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടിയാണ് ഞങ്ങളുടെ ജീവിതം തന്നെ. ആ ജീവിതം വന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവൻ പോലും ഒടുക്കുവാൻ വേണ്ടി ഓടി നടന്ന കാലഘട്ടവും സമയങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ കേട്ട്, ഇതുപോലുള്ള പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ കൂടി പങ്കിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടായി. അത് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ഞങ്ങൾ സ്വീകരിച്ചു. അത് ഞങ്ങളുടെ പണം മുടക്കോ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും ആവശ്യമില്ല. നിൽക്കുന്ന നിപ്പിലിരിക്കുന്ന ഇരിപ്പില് നിങ്ങൾ ദൈവത്തോട് ഹൃദയം തുറന്ന് പറഞ്ഞാൽ മതി, കർത്താവായ യേശുവേ എന്റെ ഹൃദയത്തിൽ വരണമേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ ജീവിതത്തിന് മാറ്റം വരണം. അസുഖങ്ങളോ എന്റെ ഏതെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ കടന്നു പോകുന്നു, ഇതിനെല്ലാം മാറ്റം തരുവാൻ ആ ക്രിസ്തുവിന് സാധ്യമാണ്. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ ഞങ്ങൾ ഇവരെ ഉയർത്തുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാലുവായ ദൈവമേ, നല്ലവനായ സ്വർഗീയനാഥ, ഇത്രത്തോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ എന്റെ കർത്താവെ വചനം ഘോഷിക്കുവാൻ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ ദേശത്ത് ഈ ദേശവാസികള് ദൈവമായ കർത്താവെ, വ്യാപാര വ്യവസായികള്, ഡ്രൈവേഴ്സ്, ദൈവമായ കർത്താവെ, യാത്രക്കാര്, ഇവരെല്ലാം നിന്റെ തൃക്കരങ്ങൾ തരുന്ന കർത്താവെ, എന്റെ ദൈവമായ കർത്താവെ, ഈ മാനവ കുലത്തിന് വേണ്ടി മാത്രമാണല്ലോ അങ്ങ് ആകാശത്ത് നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രക്ഷിതാവായി തീർന്നത്. കർത്താവെ, അവരുടെ കണ്ണുകളെ ഹൃദയങ്ങളെ തുറക്കണമേ അപ്പാ. പൈശാചികന്റെ കെട്ടിൽ നിന്നും ദൈവമായ കർത്താവെ ഈ ദേശത്തെ വിടുവിച്ച് എന്റെ ദൈവമായ കർത്താവെ രക്ഷയുടെ മാർഗം എന്റെ ദൈവമായ കർത്താവെ മനുഷ്യരാശിക്ക് ഈ ചരമോട് പ്രദേശത്തിനായി തീരുവാൻ ദൈവമായ കർത്താവെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ സ്തോത്രം. ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കൂടെ ഇരുന്നതിനായി സ്തോത്രം. ഈ ദേശത്തെ ഉയർത്തുന്നതിനായി സ്തോത്രം.
ഈ ദേശത്തെ ദൈവമായ കർത്താവേ, ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം ജീവൻ വെടിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.